ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരീം സാഹിബ് അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു സൂചന തന്നതാണ്. സൂചനയിൽ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് സാഹിബ് അനിരുദ്ധ് സാറിനോട് പറയുമ്പോൾ അനിരുദ്ധ് സാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന്. അനിരുദ്ധ് സാർ ആണെങ്കിൽ മാനസിയുടെ ഫോൺ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാനസി അപ്പൊ ചോദിക്കുന്നുണ്ട്, സാർ ഇതാ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാർ പറയുന്നുണ്ട്, മാഡം ഞാൻ വിളിക്കാമെന്ന് പറയാണ്. സാഹിബ് അപ്പൊ അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട്, ആ മാഡത്തിനോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ. വഴിയിൽ വെച്ച് നീ ആ പയ്യന്റെ കയ്യിൽ നിന്നും ഒരു ഡിസൈൻ എടുത്തു മാറ്റിയില്ലേ, ആ ഡിസൈൻ അതിങ്ങോട്ട് എന്റെ കയ്യിൽ തന്നേക്ക്. യാതിക്ക് ആ ഡിസൈൻ തന്നില്ലെങ്കിൽ ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. കളം വെക്കാതെ ആ ഡിസൈൻ ഇങ്ങോട്ട് തന്നാൽ തന്റെ തടി കേടാവാതെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് സാഹിബിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. താൻ എന്താടോ എന്നെ കുറിച്ച് വിചാരിച്ചേ, താൻ വലിയ ആളൊന്നും ആവണ്ട, നീ ഞാൻ തനിക്ക് ഓങ്ങി വെച്ചതാണെന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, വാങ്ങിച്ചിട്ടേ പോകുള്ളൂ എന്ന് വെച്ചാൽ എന്നെ കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് സാഹിബ് ആ മല്ലന്മാരെ വിളിക്കുന്നുണ്ട്. അവര് വേഗം തന്നെ അനിരുദ്ധ് സാറിന്റെ രണ്ട് കൈയും പിടിച്ച് നിൽക്കുകയാണ്. സാഹിബാണെങ്കിൽ എന്നിട്ട് അനിരുദ്ധ് സാറിന്റെ കയ്യിലുള്ള ഫോൺ വാങ്ങുന്നുണ്ട്. പിന്നീട് അനിരുദ്ധ് സാറിന്റെ കാറിൽ നിന്നും ആ ഡിസൈൻ എടുക്കുകയാണ്. സാഹിബിന്റെ ഗുണ്ടകളാണെങ്കിൽ അനിരുദ്ധ് സാറിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. മാനസ വീണ്ടും ഫോണിലൂടെ ഹലോ സാർ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാഹിബ് എന്നിട്ട് മാനസിയോട് സംസാരിക്കുകയാണ്, മാഡം അനിരുദ്ധ് സാറിന്റെ പരിചയക്കാരിയായിരുന്നോ, ഇയാളോട് അധികം അടുക്കണ്ട, ഇയാളാള് ശരിയല്ല, ഇവനൊരു ചതിയനാണ്, നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നറിയില്ല, പങ്കുണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചും ഞാൻ എത്തും, ആൾ ഒന്നാന്തരം ഒരു കള്ളനാണ്, അവരുടെ ഡിസൈൻ തട്ടിയെടുത്ത് നശിപ്പിക്കാൻ നോക്കിയവൻ, ഇനിയുള്ളവനെ വെറുതെ വിടാൻ പാടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സാഹിബ് ആ കോള് കട്ട് ചെയ്യാണ്. സാഹിബിന്റെ ഗുണ്ടകളാണെങ്കിൽ അനിരുദ്ധ് സാറിനെ ഇഞ്ചിഞ്ചായി ചതച്ച് കയ്യും കാലെല്ലാം ഒടിക്കുകയാണ്. മനസ്സിയാണെങ്കിൽ എന്റെ എല്ലാ പ്ലാനും തകർന്നെന്ന നിലയിൽ ആകെ ദേഷ്യവും സങ്കടവും വന്ന് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മാനസ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ മാനസ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിലേക്ക് ഹേമ എത്തുന്നത്. എന്നിട്ട് മാനസിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്, നീയെ എങ്ങോട്ടാ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, പോയത് ഞാൻ കൺമണിക്ക് ഒരു പണി കൊടുക്കാനാണ്, അവളുടെ ആ ഡിസൈൻ ഒന്ന് മാറ്റാൻ, പക്ഷെ അവൾക്ക് ഒടുക്കത്തെ ഭാഗ്യമാണ്, ഞാൻ ആ ഡിസൈൻ മാറ്റാൻ കൃത്യമായ ആൾക്കാരെ ഏർപ്പെടുത്തിയിരുന്നു, പക്ഷെ അതെങ്ങനെയോ പിടിക്കപ്പെട്ടു, പക്ഷെ ഞാൻ വിടില്ല അവളെ. മാനസ പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, മോളെ നീ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല, ഒക്കെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് തിരിച്ചു പോവാമെന്ന് പറയുമ്പോൾ ഹേമയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മാനസ പറയുന്നുണ്ട്, തിരിച്ചു പോവാനോ, ഇനിയൊരു തിരിച്ചുപോക്കില്ല, ഇതാണ് ഇനി എന്റെ വീട്, ഇവിടെയാണ് ഇനി ഞാൻ കഴിയാൻ പോകുന്നത്, കൃഷിന്റെ ഭാര്യയായിട്ട് എല്ലാം നടത്തിയെടുക്കാൻ എനിക്കറിയാം, ഇപ്പൊ ഇറങ്ങിയ ഈ കാര്യങ്ങൾ സാധിക്കാൻ കുറെ അപകടങ്ങൾ തരണം ചെയ്തേ പറ്റൂ, ഇതൊക്കെ അപകടങ്ങൾ വന്നാലും ഞാൻ അതെല്ലാം മറികടക്കും, അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോവാം, പക്ഷെ ഞാൻ എന്തായാലും തോറ്റു പിന്മാറില്ല, അവളെ നശിപ്പിച്ചില്ലാതാക്കിയിട്ടേ ഞാനിഞ്ഞു മടങ്ങൂ എന്ന് പറഞ്ഞ് മാനസ അനിരുദ്ധ് സാറിനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ വിളിച്ചിട്ട് അനിരുദ്ധ് സാർ എടുക്കുന്നില്ല, വീണ്ടും ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. പിന്നീട് ദേവ്ജിയും സാഗറും കൂടി കൺമണിയുടെ ഡിസൈൻ മഹി കൊണ്ടുവരുന്നതും കാത്തു നിൽക്കുകയാണ്. മഹിയുടെ ഫോണിലേക്ക് ദേവ്ജി കുറെ വിളിക്കുന്നുണ്ട്, എന്നാൽ മഹിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ദേവ്ജി എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ ഇത് എവിടെ പോയി, ഇത്ര നേരമായി വിളിക്കുന്നു, ഫോണൊട്ട് എടുക്കുന്നുമില്ല, അവനെ ഇട്ട് കാണാനുമില്ല എന്ന് പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, എന്താ ദേവ്ജി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കരീം സാഹിബ് വരികയാണ്. കരീം സാഹിബിനെ കാണുമ്പോൾ തന്നെ സാഗറിനാകെ സർപ്രൈസ് ആവുന്നുണ്ട്. കരീം സാഹിബിനോട് എന്നിട്ട് സാഗർ വളരെ സന്തോഷത്തോടെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. സാഹിബ് എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, ഞാനിനി വെറും കൈയോടെ വന്നു എന്ന് വിചാരിക്കണ്ട, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൺമണിയുടെ ആ ഡിസൈൻ എടുത്ത് സാഗറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സാഗർ അപ്പോ സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സാഹിബ് ഇതെന്ന്. അപ്പൊ സാഹിബ് പറയുകയാണ്, അതൊരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു, നിങ്ങൾ എന്തായാലും തുറന്നു നോക്കെന്ന് പറഞ്ഞ് സാഗർ അത് തുറന്നു നോക്കുന്നുണ്ട്. തുറന്നു നോക്കി ആ ഡിസൈൻ കാണുന്ന സാഗർ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ആ ഡിസൈൻ കണ്ട് കണ്ണു തള്ളി ഓഹോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് സാഗർ. എന്നിട്ട് സാഹിബിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നാണ് സാഹിബ്, ഇത് ആരുടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ സൂപ്പർ കൺമണി വരച്ച ഡിസൈൻ ആണ് എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഹോ ബ്രില്യന്റ് ആയിരിക്കണോ, ഇതുവരെ ഞാൻ ഇത്രയും നല്ലൊരു ഡിസൈൻ കണ്ടിട്ടില്ല, ദേവ്ജി ഇതൊന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ദേവ്ജിയും ആ ഡിസൈൻ വാങ്ങി നോക്കുകയാണ്. ഡിസൈൻ കണ്ട് ദേവ്ജിയും പറയുന്നുണ്ട്, അതിഗംഭീരമായിട്ടുണ്ടെന്ന്. പിന്നീട് സാഹിബ് അത് വാങ്ങിച്ചു നോക്കുകയാണ്. സാഗർ എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട്, ദേവ്ജി പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ച വിരലുകളാണ് കൺമണിയുടേത് എന്ന് സാഗർ പറയുന്നുണ്ട്. സാഹിബ് അപ്പൊ പറയുന്നുണ്ട്, വയ്ക്കുന്നതിനെ കുറിച്ചോ ഒരു കലയെ കുറിച്ചോ എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സാഗർ ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, ദേവ്ജി ഇതെങ്ങനെ സാഹിബിന്റെ കയ്യിലെത്തിയെന്ന് ചോദിക്കുമ്പോൾ സാർ എന്നെ വിളിച്ചിരുന്നു, കേണൽ സാർ എന്നോട് കുറച്ച് സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അതായത് മഹിയുടെ കുറച്ച് കുട്ടിത്തങ്ങൾ, മഹിയുടെ കയ്യിൽ ഈ ഡിസൈൻ ഭദ്രമായിരിക്കുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഞാൻ ഉടൻ തന്നെ കരീം സാഹിബിനെ വിളിച്ച് ഞാൻ മഹിയെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു എന്ന് ദേവ്ജി പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്,
ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞ് സാഗർ മോനെ അറിയോ, ഈ കൺമണിയെ കെട്ടാൻ വേണ്ടി പ്രാന്തളകി നടക്കുന്ന ഒരുത്തനുണ്ട് വരുൺ, അവന്റെ ഒരു കൂട്ടുകാരനുണ്ട് CI അനിരുദ്ധ്. അവൻ ഈ മഹിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അതായത് ഈ ഡിസൈൻ മഹിയുടെ കയ്യിലുണ്ടെന്ന് അവന് മുന്നേ അറിയാമായിരുന്നു. അടിച്ചു മാറ്റാൻ അവനാരോ അറിവ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ആ CIയെ വഴിയിൽ തടഞ്ഞ് ആ ഡിസൈൻ വാങ്ങി നേരെ ഇങ്ങ് പോന്നു. അനിരുദ്ധ് സാറിന് കൊടുക്കാനുള്ളത് എന്റെ ആൾക്കാർ അവിടെ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് സാഹിബ് പറയുന്നുണ്ട്. അപ്പൊ സാഗർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ദേവ്ജി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ വീണ്ടും സാഹിബ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം, ഇതിനെല്ലാം പിന്നിൽ വേറെ ഏതോ ഒരു തലച്ചോറുണ്ട്, അവരെ കണ്ടുപിടിക്കണം, ബാക്കി ഞാൻ ഏറ്റു എന്ന് സാഹിബ് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് അവരെ കണ്ടുപിടിക്കണം, അതെന്തായാലും ആവശ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഡിസൈനിന്റെ സന്തോഷത്തിലാണ്. ശങ്കർ മോഹൻ ഈ ഡിസൈൻ അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് 100% അംഗീകരിക്കും, അലികയുടെ സ്ഥാനം ഇനി കൂടുതൽ ഉയരാൻ പോവുകയാണ് എന്ന് സാഗർ പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് സൂപ്പർ കൺമണിയും നിങ്ങളുടെ മോനും ചേർന്നാൽ ഇനിയും അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുകയാണ്. ഏജി അപ്പൊ പെട്ടെന്ന് തന്നെ സാഹിബിന്റെ കൈ തട്ടിക്കൊണ്ട് മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നുണ്ട്. പിന്നീട് സാഗർ സാഹിബിനോട് പറയുന്നുണ്ട് ഒരു ദേവദൂതനെ പോലെയാണ് സാഹിബ് ഇപ്പൊ വന്നത്, പറയുന്നത് കേട്ടു, ഇതിനു മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സാഹിബ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് സാഗർ ചോദിക്കുമ്പോ ദേവ്ജി പറയുന്നുണ്ട് ഈ സാഹിബ് ഇവിടെ ആദ്യമായിട്ടാണ്. സാഹിബ് എന്തായാലും ഇപ്പൊ ഒരു ഹീറോ തന്നെയാണ് ഇവിടത്തെ, നിങ്ങൾ അറിയുന്നവരൊക്കെ നിങ്ങളുടെ ഹീറോ ആണെന്ന് ദേവ്ജി പറയുന്നുണ്ട്. അങ്ങനെ എന്റെ ആരാധകരെല്ലാം എന്റെ കുട്ടികളാണ്, അവരെ രക്ഷിക്കലല്ലേ എന്റെ ജോലി, ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്. ശരി എന്നാ ഹുദ ഹഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിബ് അവിടുന്ന് പോവുകയാണ്. സാഗർ ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട് കരീം സാഹിബ് കൃഷ്ണനെയും കൺമണിയെയും കുറിച്ചൊക്കെ അതിനു മുന്നേ കണ്ടതുപോലെ സംസാരിക്കുന്നത് കേട്ടു, ഇവര് ഇതിനു മുന്നേ അടുപ്പമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി അങ്ങനെയൊന്നുമില്ല, കരീം സാഹിബ് വെറുതെ ഓരോന്ന് പറഞ്ഞതാ, എങ്ങനെയുണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞ് സാഗറിന്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് ദേവ്ജി. സാഗറപ്പ പറയുന്നുണ്ട് ഇത് അതിഗംഭീരം സാധ്യമെന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സാഗർ, എല്ലാം തികഞ്ഞൊരു പ്രതിഭയാണ് കൺമണി എന്ന് പറയുമ്പോൾ സാഗറിന് അത് ഇഷ്ടാവുന്നില്ല. ദേവ്ജി കൺമണി വളരെ മികച്ചൊരു ഡിസൈനർ ആണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, ഇതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയും വേണ്ടെന്ന് പറഞ്ഞ് സാഗർ പോവുകയാണ്. ദേവ്ജിക്ക് അപ്പൊ വളരെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് കൺമണി സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷു ഓടി വന്നുകൊണ്ട് കൺമണിയെ എടുത്ത് പൊക്കുന്നുണ്ട്. കൺമണിയെ പോയി എന്താ സാർ ഇത്, ആരെങ്കിലുമൊക്കെ കാണുമെന്ന് പറയുമ്പോ കൃഷു പറയുന്നുണ്ട് മുഖം മുഴുവനും കാണട്ടെ കൺമണി എന്ന് പറഞ്ഞ് കൺമണിയെ പൊക്കിയെടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയാണ്. അതിനുശേഷം കൃഷു കൺമണിയോട് പറയുന്നുണ്ട് ദേവ്ജി എന്നെ വിളിച്ചിരുന്നു, അച്ഛൻ ഡിസൈൻ കണ്ടു, അച്ഛന് ഒരുപാട് ഇഷ്ടായി, എന്നെ കുറെ നല്ല വാക്കുകളും പറഞ്ഞു, നിന്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ഛൻ എന്ന് പറയുമ്പോൾ കൺമണിക്ക് സന്തോഷം പിടിച്ചടക്കാനാവാതെ പെട്ടെന്ന് കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. കൃഷി അപ്പൊ ആകെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് കൺമണി പറയുന്നുണ്ട് സോറി സാർ, എനിക്ക് എന്റെ സന്തോഷം പിടിച്ചു വെക്കാനായില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയ സന്തോഷത്തിൽ വീണ്ടും കൃഷി പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് ബെമ്പർ ലോട്ടറി തന്നെ അടിച്ചു, ടിക്കറ്റ് എടുക്കാതെ തന്നെ ലോട്ടറി അടിച്ചു, പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. കൃഷി പറയുമ്പോ കൺമണി പറയാണ് എനിക്ക് വളരെ സന്തോഷമായി സാർ, ശങ്കർ മോഹൻ സാർ ഇനി ഈ ഡിസൈൻ അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, സാഗർ സാറിന് ഇഷ്ടായല്ലോ. കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് വീട്ടിൽ മുഴുവനും ഈ ഡിസൈനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും, നിന്നെ കുറിച്ചും സംസാരിക്കും, നിന്നെ കുറിച്ചുള്ള മതിപ്പ് എന്തായാലും അവർക്ക് കൂടിയിട്ടുണ്ടാവും, അമ്മയ്ക്ക് പിന്നെ നിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നല്ലോ, നിന്നെ ഒരു മോളായിട്ടല്ലേ കാണുന്നത്, നമ്മുടെ കാര്യം ആദ്യം അവിടെ അവതരിപ്പിക്കുന്നത് അമ്മ തന്നെയായിരിക്കും, അമ്മ നമുക്ക് സപ്പോർട്ടായിരിക്കും, ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അമ്മ എതിര് നിൽക്കില്ല കൺമണി, പിന്നെ മേ ഹൂന എന്ന് പറഞ്ഞ് കൃഷി വീണ്ടും കൺമണിയെ ഉമ്മ വെക്കാനായി പോവുകയാണ്. കൺമണിയപ്പോ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഈടങ്ങോട്ട് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് തന്നെ കൺമണിയും കൃഷിന്റെയും റൊമാൻസ് ആണ് കാണിക്കുന്നത്. കൃഷിയെ കൺമണിയെ ലിപ് ലോക്ക് ചെയ്യാണ്. അതിനുശേഷം മായിമാര് മൂന്നുപേരും സംസാരിക്കുന്നുണ്ട്. ധനലക്ഷ്മിയെ വെറുപ്പിച്ചതുപോലെ വരുണിനെയും വെറുപ്പിക്കണം, എങ്കിലേ അവൻ ഇവിടുന്ന് പുറത്താവൂ എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനിവാസനും ഗോകുലും വരുന്നുണ്ട്. ശ്രീനിവാസ് എന്നിട്ട് അമ്മായിമാരോട് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ എല്ലാവരും കാണണം എന്ന് പറഞ്ഞത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് ആ വരുണിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം, പിന്നെ ഞങ്ങള് 10 ലക്ഷം രൂപയും 101 പവനും ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് തിരിച്ചു കൊടുത്തു, എന്നിട്ടും അവൻ ഇവിടുന്ന് പോവില്ല, കൺമണിയെ കല്യാണം കഴിച്ചു തരണമെന്നാണ് പറയുന്നത്, അതല്ല എങ്കിൽ കൺമണിയുടെ സാന്നിധ്യത്തോടുകൂടി മാത്രമേ സ്വർണവും പണവും അവൻ വാങ്ങുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊരു തീരുമാനം ഏട്ടൻ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഗോകുല് പറയുന്നുണ്ട് അച്ചച്ച നമുക്ക് അപ്പയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയാണ് അതൊന്നും വേണ്ട, അവളിപ്പോ പ്രൊജക്ടിന്റെ തിരക്കിലാണ്, അതവള് നന്നായിട്ട് തന്നെ ചെയ്തിട്ട് വരട്ടെ, ഇപ്പോൾ ഒന്നും അറിയിക്കണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുൺ വരുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ വിചാരം എന്താ, എത്രയും പെട്ടെന്ന് തന്നെ ആ സ്വർണവും പണവും വാങ്ങി ഇവിടുന്ന്
ഇവിടുന്ന് തിരികെ പോയിക്കോ എന്ന് ശ്രീനിവാസൻ വരുണിനോട് ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്ത് വരുൺ പറയാണ്, കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. സ്വർണവും പണവും കൺമണി തന്നെ എനിക്ക് തിരിച്ചു തരണം. കൺമണിയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ആ സ്വർണം കൊടുത്തത്. പിന്നെ ആ സ്വർണവും ഒറിജിനൽ തന്നെയാണോ, പണം കള്ളനോട്ടല്ല എന്നും എനിക്ക് ഉറപ്പ് വരണം. പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു ഡിമാൻഡ് കൂടിയുണ്ട്. ഈ 25 ലക്ഷം രൂപ കൂടി എനിക്ക് വേണം നഷ്ടപരിഹാരമായിട്ട്. എന്റെ ഹോസ്പിറ്റൽ ചെലവ്, ഓട്ടം, വണ്ടി ചെലവ്, മനക്കോട്ട കെട്ടല് എല്ലാം കൂടി ചേർത്ത്. ഇനി ബാക്കിയുള്ളത് ഞാൻ വഴിയെ പറയാം. വരുൺ പറയുന്ന സമയത്ത് ഗോകുല് പറയുന്നുണ്ട്, ഒന്ന് താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുൺമോനെ ഫിഷ് കറി വേണോ ഫിഷ് ഫ്രൈ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ എല്ലാവരും കൂടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ശ്രീനിവാസൻ അപ്പോൾ ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ പണവും സ്വർണവും ഇവന് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, അതെ ഞാൻ എല്ലാം കൊടുത്തു, പക്ഷേ വരുൺ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത് എന്ന് ധനലക്ഷ്മി പറയാണ്. പിന്നീട് അമ്മായിമാരും വരുണും തമ്മിൽ നല്ല തർക്കമുണ്ടാവുകയാണ്. അമ്മായിമാര് വരുണിന്റെ കൈയെല്ലാം പിടിച്ചു തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീനിവാസന് നെഞ്ചുവേദന വരികയാണ്. വേഗം തന്നെ അവിടുന്ന് ഗോകുല് ശ്രീനിവാസനെയും വിളിച്ച് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അമ്മായിമാരോട് വരുൺ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലരുത്, ഇതൊക്കെയായാലും ശരി, ഞാൻ കൺമണി വരാതെ ഇനി ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് വരുൺ ഉള്ളിലേക്ക് പോവുകയാണ്. ധനലക്ഷ്മിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് സാഗർ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് എത്തുമ്പോൾ സുജു ചോദിക്കുന്നുണ്ട്, സാഗർ ഡിസൈൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയാണ്, സുജു കൺമണി തകർത്തിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല. കൺമണിയുടെ റേഞ്ച് അപാരം തന്നെ. കണ്ണിനും മനസ്സിനും എല്ലാത്തിനും അവളുടെ ആ ഡിസൈൻ ഒരു കുളിർമയേകുന്നുണ്ട്. ബ്രില്യൻ ഡിസൈൻ എന്ന് വളരെ സന്തോഷത്തോടെ സാഗർ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് സന്തോഷവുമില്ലാതെ സുജി നിൽക്കുകയാണ്. സാഗർ അപ്പൊ നീ എന്താ ഇങ്ങനെ ഒരു സന്തോഷവുമില്ലാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. യുവ പറയുന്നുണ്ട്, സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷേ കൃഷും കൺമണിയും അവിടെ ഒരുമിച്ചല്ലേ. പാവം മാനസ, അവളുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, കൃഷിന്റെയും കൺമണിയുടെയും കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. അവിടെ ഒരു കേണൽ സാറുണ്ട്. സാറിന്റെ കൺട്രോളിലായിരിക്കും അവര് പോകുന്നത്. കേണൽ തീരുമാനിക്കുന്നതിന്റെ അപ്പുറത്ത് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേണൽ സാറിന്റെ കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ട്. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അവര് പോയത് നല്ലതായിന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും നല്ലൊരു ഡിസൈൻ അല്ലികയ്ക്ക് കിട്ടിയത്. നമ്മുടെ കമ്പനിക്ക് കൺമണി വലിയൊരു നേട്ടം തന്നെയാണ്. സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, കമ്പനിക്ക് നേട്ടം ഒക്കെ തന്നെയായിരിക്കും, പക്ഷേ കുടുംബത്തിന് അതൊരു നേട്ടമല്ല. കൃഷിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാന്ന് അവൾക്കറിയാം, മനസ്സയെ കുറിച്ചും അറിയാം. എന്നിട്ടും എന്തിനാണ് കൃഷിന്റെ കൂടെ അവൾ നടക്കുന്നത്? മനുഷ്യർക്ക് കഴിവ് കിട്ടുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ടും എന്താ കാര്യം? സുജു ദേഷ്യപ്പെട്ടു പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട്, സത്യം എന്തെന്നറിയാതെ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാനസ തന്നെയാണ് കൃഷിന്റെ പെണ്ണായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്ന് വെച്ച് നമ്മളൊരു കുട്ടിയെ അവഹേളിക്കണ്ട എന്ന് സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ശരി, കൺമണിയും കൃഷും അവിടെ നിൽക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് ദേവ്ജിയെ അറിയിച്ച് കൺമണിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിനു വേണ്ടിയുള്ളതെല്ലാം ചെയ്യണം. സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ശരി, അങ്ങനെ തന്നെ ചെയ്യാം, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിനുവേണ്ടി ഞാൻ ദേവ്ജിയോട് സംസാരിക്കാമെന്ന് സുജുവിന് വാക്കു കൊടുക്കുകയാണ് സാഗർ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മാനസ. കൺമണിയെ അഭിനന്ദിക്കുന്നതും പുകഴ്ത്തി പറയുന്നതെല്ലാം കേട്ട് മാനസിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. കൺമണിയെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണെന്നറിഞ്ഞ് മാനസ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാടി, നിനക്കുള്ള പണി അലികയിൽ നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് ശ്രീനിവാസൻ വയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഗോകുൽ എങ്ങനെയുണ്ട് അച്ചച്ച എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീനിവാസനൊപ്പം പറയുന്നുണ്ട്, കുഴപ്പമില്ല മോനെ, ഈ മരുന്ന് എടുത്തു തന്നത് കഴിച്ചപ്പോൾ തന്നെ ആശ്വാസമുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴാണ് ശ്രീനിവാസന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നത്. ഗോകുൽ എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. പിന്നീട് ഗോകുലും കൺമണിയും തമ്മിൽ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ശ്രീനിവാസനും ഗോകുലും കൺമണിയോട് സംസാരിക്കുന്നത്. കൺമണി എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഞാൻ ശങ്കർ മോഹൻ സാറിന് വേണ്ടി ഇവിടെ ഇരുന്ന് വരച്ച ഡിസൈൻ ഇല്ലേ, അത് സാഗർ സാറിന് വളരെ ഇഷ്ടമായി. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ അടഞ്ഞു കിടന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ഇത് ക്രിസ് സാറ് ഇടപെട്ട് പരിഹരിച്ച് തുറന്നിട്ടുണ്ട്. നാളെ അതിന്റെ ഉദ്ഘാടനമാണ്. അച്ഛൻ എന്നെയും ക്രിസ് സാറിനെയും അനുഗ്രഹിക്കണമെന്ന് പറയുന്ന സമയത്ത് ശ്രീനിവാസനും ഗോകുലിനും വളരെ സന്തോഷമാവുകയാണ്. പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട്, അവിടെ എല്ലാവർക്കും സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അരുണിന്റെ കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ കൺമണിയിൽ നിന്നും മറച്ചുവെച്ച് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ഭാഗ്യശ്രീ പുറത്തിറങ്ങാൻ എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിലും ബലരാമേട്ടനെ കാര്യങ്ങൾ അറിയിക്കണം
അറിയിക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. അതിനുശേഷം സുമിത്രയും ബാലുവും കൂടി സംസാരിക്കുന്നുണ്ട്. അവളെ ഇവിടുന്ന് മാറ്റണോ എന്ന് സുമിത്ര ബാലുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സുമിത്രയുടെ ഫോണിലേക്ക് ഷൺമുഖദാസ് വക്കീല് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം അറിയിക്കാനാണ് വിളിച്ചത്. മറ്റന്നാൾ ബലരാമൻ പുറത്തിറങ്ങും. അപ്പൊ തന്നെ സാഗറിനെയും നമുക്ക് ഇല്ലാതാക്കാം. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. രാമൻ പുറത്തിറങ്ങിയാലും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. പണം എന്തായാലും നിങ്ങൾ നാളെ തന്നെ എത്തിക്കണമെന്ന് പറയുമ്പോൾ ബാലു പറയുന്നുണ്ട്, വക്കീലെ, പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. മെയിൽ വഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചാൽ മതി. പണം എത്ര വേണമെങ്കിലും ഞങ്ങൾ അയക്കാം എന്ന് പറയുന്നുണ്ട് ഷൺമുഖദാസ് വക്കീൽ. അപ്പൊ പറയുന്നുണ്ട്, ഭാഗ്യശ്രീ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഇല്ലാതാക്കി ആ കുറ്റം ബലരാമന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഭാഗ്യശ്രീ റൂമിൽ നിന്നും പറയുന്നുണ്ട്, എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ബാലു പറയുന്നുണ്ട്, വന്നതു മുതൽ അവൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ഭക്ഷണം എന്തായാലും എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ സുമിത്ര ഭക്ഷണവുമായി ഭാഗ്യശ്രീയുടെ റൂമിലേക്ക് പോവുകയാണ്. സുമിത്ര റൂമിലേക്ക് വരുന്ന സമയത്ത് ഭാഗ്യശ്രീ വാതിലിന്റെ മറവിൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. സുമിത്ര വാതിൽ തുറക്കുന്നതും വേഗം തന്നെ ഭാഗ്യശ്രീ പുറത്തു കടക്കാൻ നോക്കുന്നുണ്ട്. സുമിത്ര ഭാഗ്യശ്രീയെ അവിടെ നിൽക്കടി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ്. ഭാഗ്യശ്രീ ആണെങ്കിൽ സുമിത്രയെ പിടിച്ച് തള്ളിയിട്ടുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഇത് കണ്ട് ബാലുവും ഭാഗ്യശ്രീയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ബാലുവിനെയും തള്ളി മാറ്റിക്കൊണ്ട് ഭാഗ്യശ്രീ പുറത്തേക്ക് രക്ഷപ്പെട്ടു ഓടുകയാണ്. പിന്നീട് സുമിത്ര ബാലുവിനോട് പറയുന്നുണ്ട്, ബാലു അവളെ എങ്ങനെയെങ്കിലും പിടിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനുകളെല്ലാം തകരുമെന്ന് പറഞ്ഞ് ഭാഗ്യശ്രീയെ പിടിക്കാനായി അവര് പോവുകയാണ്. പിന്നീട് സാഗർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. സുജു എന്നിട്ട് സാഗറിനോട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സാഗറിന് എന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. സാഗർ എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു. ജയിലിൽ ബലരാമനെ കാണാൻ പോകുന്ന സമയത്ത് ബലരാമൻ എന്നെ കുത്തുന്നത്. സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, പോട്ടെ, സ്വപ്നമല്ലേ, ബലരാമൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിനു മുന്നെയൊക്കെ ബലരാമനെ സാഗർ കണ്ടപ്പോ സാഗറിനോട് കാലു പിടിച്ച് മാപ്പ് ചോദിച്ചതല്ലേ. അപ്പോൾ അവന് നമ്മളോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല. ഇത് സ്വപ്നമല്ലേ, സ്വപ്നമായിട്ട് തന്നെ കണ്ടാ മതിയെന്ന് സുജു സാഗറിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബാലുവിനും സുമിത്രയ്ക്കും ഭാഗ്യശ്രീയെ പിടിക്കാൻ പറ്റുന്നില്ല. ഭാഗ്യശ്രീ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം അറിഞ്ഞ് ഷൺമുഖദാസ് വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വക്കീൽ എന്നിട്ട് സുമിത്രയോടും ബാലുവിനോടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അവളെ ശ്രദ്ധിച്ചോ എന്ന്. അവളിഞ്ഞി പോലീസിനോടോ ആരോടെങ്കിലും പോയി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടാവും എന്ന് നിങ്ങൾക്കറിയോ, നമ്മളെല്ലാവരും അഴിയെണ്ണേണ്ടി വരും. വക്കീല് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട്, വക്കീലെ, ജിളെ കൊന്നിട്ടാണെങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അതെല്ലാം നിങ്ങളുടെ മോളല്ലേ, അവൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ബാലുവും സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, സുമിത്ര ഇത്ര കടുത്ത തീരുമാനങ്ങൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, ഇതിനപ്പുറം ഒരു തീരുമാനമില്ല. കൊന്നിട്ടാണെങ്കിലും ഭാഗ്യശ്രീയെ ഇവിടെ എത്തിക്കണം. മണം കഴിക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്ക് ദോഷമായി കഴിഞ്ഞാൽ വെട്ടും, ഇത്രയുള്ളൂ എന്ന് സുമിത്ര പറയുന്ന സമയത്ത് വക്കീല് പറയുന്നുണ്ട്, എന്നാൽ ഞാനിതാ ഇറങ്ങുകയാണ്. ഭാഗ്യശ്രീയെ തെരഞ്ഞു കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആപത്താണെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ അവിടുന്ന് പോവുകയാണ്. പിന്നീട് കൺമണി പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കൃഷ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടും ആകെ ടെൻഷനായിക്കൊണ്ട് പുറത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കൺമണി എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സാർ, എന്താ ഒറ്റയ്ക്ക് ഇവിടെ മഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, കൺമണി, ഞാനൊരു ദുസ്വപ്നം കണ്ടു. അച്ഛനെ ആ ബലരാമൻ അപകടപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു സ്വപ്നമായിട്ടല്ല, തൊട്ടടുത്ത് കാണുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. എനിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല. എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തിരികെ പോയാലോ കൺമണി, നീയും എന്റെ കൂടെ വരാവോ? നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. പിന്നെ നമുക്ക് ആ വനദുർഗ ക്ഷേത്രത്തിലൊന്ന് പോയി വന്നാലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് പ്രാളത്തോടെ കൃഷി സംസാരിക്കുന്ന സമയത്ത് കൺമണി പറയാണ്, സാറിന്റെ കൂടെ തിരികെ പോവാനോ വനദുർഗ ക്ഷേത്രത്തിൽ പോവാനോ ഞാൻ തയ്യാറാണ്. സാറിന്റെ കൂടെ ഈ ലോകത്തുള്ള ഏത് കോണിലേക്കും ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പൊ കണ്ട സ്വപ്നം വെച്ച് സാറ് ടെൻഷൻ ആവണ്ട. സാറ് ഇപ്പൊ കണ്ട സ്വപ്നങ്ങളെല്ലാം ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ്. പക്ഷെ ഞാൻ സാറിനൊരു ഉറപ്പ് തരാം, ബലരാമന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല. ഇത് എന്റെ വാക്കാണെന്ന് കൺമണി പറയുമ്പോ കൃഷ്ണനാകെ സംശയം തോന്നുകയാണ്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് ഉറപ്പ് പറയാൻ കൺമണിക്ക് എങ്ങനെ പറ്റും എന്ന് ചോദിക്കുമ്പോ കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ബലരാമൻ സാറിന്റെ ചേട്ടനാണെന്ന് തുറന്നു പറയണോ എന്ന് ആലോചിക്കുകയാണ്. വേണ്ട, ഇപ്പോൾ ഒന്നും തുറന്നു പറയണ്ടെന്ന് തീരുമാനിക്കുകയാണ് കൺമണി. വീണ്ടും കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ബലരാമൻ അച്ഛനെ ഉപദ്രവിക്കില്ലെന്ന് ഇത്ര ഉറപ്പ് പറയാൻ തനിക്കെങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുകയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് സാർ ഞാൻ പറഞ്ഞത്. ആരെന്തായാലും സമാധാനമായി ഇരിക്കെ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും ബലരാമന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നാളെ വിളിച്ചു ചോദിക്കാം. എന്നിട്ട് അങ്ങോട്ട് പോവേണ്ട അവസ്ഥയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, കൺമണി, നീ എന്നോട്
സംസാരിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് കൃഷ്യ കൺമണിയോട് പറയുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.